ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിന്റെ എപ്പിസോഡ് 11 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 11. ഡയറക്ടർ ഹീറോന്റെ ഫോട്ടോസൊക്കെ വെച്ച് ഒരു മാഗസിൻ തന്നെ ഉണ്ടാക്കും. ഈ പതിപ്പ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഏജൻസികളും യുഎനെ ആയിരിക്കും നോട്ടീസ് ചെയ്യുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യണം എന്നും പറഞ്ഞ് അവിടെ ഒരു ഡിസ്കഷൻ നടക്കും. കയോരി ആണെങ്കിൽ നമ്മുടെ ഹീറോന്റെ വീട്ടിലായിരിക്കും. അവനെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവൾ വന്നിട്ടുണ്ടാവുക. ഇതാണോ നിന്റെ പുതിയ പെറ്റ് എന്ന് പറഞ്ഞ് അക്കാറ്റ്സ്കീനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോക്കൊരു പ്രോബ്ലത്തിൽ ഡൗട്ട് വരുന്ന സമയത്ത് ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓ, എനിക്ക് മനസ്സിലായി, താങ്ക്സ് കയോരി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരത്തെ നീയല്ലേ ജാപ്പനീസും ഇംഗ്ലീഷും ഒക്കെ എന്നെ പഠിപ്പിച്ചേ എന്ന് പറയുന്ന സമയത്ത് ഹീറോവിൻ്റെ മനസ്സിൽ അത് ലാംഗ്വേജ് സ്കില്ല് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കും. യൂയ, ഞാനൊന്ന് ബാത്റൂം യൂസ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് കയോരി പോകുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പെൺകുട്ടീനെ ഈ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അവൾക്ക് ബാത്റൂം എവിടെയെന്നറിയാൻ ഒരു ചാൻസും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ കയോരി അനദർ വേൾഡുമായി ബന്ധിപ്പിക്കുന്ന ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കയോരി, നീ എന്താ അവിടെ ചെയ്യുന്നേ? അത് യുയ എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നി, അങ്ങനെ ഞാൻ അവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ ഹീറോയും കയോരി, നീ ഇത് വിശ്വസിക്കില്ലായിരിക്കാം, പക്ഷെ ഈ ഡോറ് നമ്മുടെ ലോകത്തെ അനദർ വേൾഡുമായി ബന്ധിപ്പിക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. എന്ത്, അനദർ വേൾഡോ? നീ എന്താ ഈ പറയുന്നേ? അതെ, നമ്മുടെ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ലോകം. അവിടെ മാജിക്കൊക്കെ യൂസ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് വാട്ടർ മാജിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവളും ഷോക്കാവും. ഈ മാജിക്ക് മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് സ്കിൽസ് ഞാൻ അനദർ വേൾഡിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ട്. ആ എബിലിറ്റീസ് യൂസ് ചെയ്താണ് ഫയർ ആക്സിഡൻറ്റിൽ നിന്നും റെഡ് ഓർഗേസിൻ്റെ ടീമിൽ നിന്നുമൊക്കെ നിങ്ങളെ ഞാൻ രക്ഷിച്ചത്. കയോരി, നിനക്ക് അനദർ വേൾഡ് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതെ എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അവൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവും. വാവ്, നീ പറഞ്ഞ പോലെ ഈ ലോകം വളരെ വ്യത്യസ്തമാണ്. അതെ, ഇവിടെ നിന്നാണ് ഞാൻ നൈറ്റിനെയും അക്കാറ്റ്സ്കീനെയും കണ്ടെത്തിയത്. നൈറ്റ് ഫെൻറിർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെന്നായിയാണ്. എന്നാൽ അക്കാറ്റ്സ്കീൻ്റെ സ്പീഷീസിൻ്റെ പേര് മോജോ എന്നാണ്. മേ ബി പന്നി ആയിരിക്കാം എന്ന് പറയുമ്പോൾ അക്കാറ്റ്സ്കി ദേഷ്യപ്പെടും. ആ സമയത്ത് കയോരീൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ആവുമ്പോൾ ഹീറോ ആണെങ്കിൽ ഈ ലോകത്തിലെ ആളുകളുടെ പവർ മെഷർ ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ സ്റ്റാറ്റസ് പോയിന്റ് നിന്നേക്കാൾ വളരെ കുറവായിരുന്നു. പിന്നീട് ലെവലപ്പ് ആവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പവർ ഇൻക്രീസ് ആവുന്നതോടൊപ്പം അപ്പിയറൻസും ചേഞ്ചായി. അങ്ങനെയാണ് ഞാൻ ഈ രൂപത്തിലേക്ക് മാറിയത്. ഒരു വിധത്തിൽ ഞാൻ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കയോരിയാണെങ്കിൽ എനിക്ക് ഈ വേൾഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ എനിക്കും നിന്നെ ചുറ്റിക്കാണിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്ത് മോൺസ്റ്റേഴ്സോ? അതെ, ഈ വീട് മാജിക്കൽ ബാരിയറിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് പുറത്തു പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരിക്കലാവാം. ശരി, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദിവസം നീ എന്നെ കൊണ്ടുപോകാം എന്ന് പ്രോമിസ് ചെയ്. ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്യാം, പക്ഷെ നീയും ഇതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് പറയുമ്പോൾ അവളും അതിന് സമ്മതിക്കും. കയോരി മനസ്സിലാണെങ്കിൽ ഇത്രയും വലിയൊരു സീക്രറ്റ് യുഎ എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ അവന് ഈ റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യൽ ആയിരിക്കും എന്ന് ചിന്തിച്ച് ഹാപ്പി ആവും. പിന്നീട് കാണിക്കുന്നത് പാലസ് ആയിരിക്കും. രാജാവ് ഓവൻ്റെ അടുത്ത് ആ ഡാർക്കസ്റ്റ് റീജിയനിൽ താമസിക്കുന്ന പയ്യൻ എന്തുകൊണ്ടാണ് വരാഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഓവനും അത് ചില പ്രശ്നങ്ങൾ കാരണം അവന് വരാൻ സാധിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ലൂണയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞാൻ കാരണമാണ് സംഭവിച്ചത്. ഞാനാണ് ലക്സിയേനെ കൊല്ലാൻ ശ്രമിച്ചത്. ഓ, അങ്ങനെയാണോ? പിന്നെ നീ എന്തുകൊണ്ടാ ജീവനോടെ ഇരിക്കുന്നത്? സാധാരണ അസാസിൻസ് അവരുടെ മിഷനിൽ പരാജയപ്പെട്ട ആത്മഹത്യ ചെയ്യാറല്ലേ പതിവ്. എന്തായാലും നിന്നെ ഹയർ ചെയ്തവനെ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ മരിക്ക്
എന്ന് പറഞ്ഞ് എന്തും മുറിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ പവർഫുൾ സ്വാഡ് ഉപയോഗിച്ച് രാജാവ് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ലൂണ അവളുടെ ത്രെഡ് യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൈ സ്റ്റോപ്പ് ചെയ്യും. ലെക്സിയും ടെൻഷനായിട്ട് ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തതാണ്. ഇപ്പൊ അവൾ എൻ്റെ പേഴ്സണൽ ഗാർഡാണ്. നിങ്ങൾ ഇനിയും ഇങ്ങനെ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും എന്ന് പറയുമ്പോൾ രാജാവും ശരി ലൂണ, ഇന്നു മുതൽ നീയും ലെക്സിയന്റെ സെക്യൂരിറ്റി ഗാർഡ്സിൽ ഒരാളാണ്. പിന്നെ നിന്റെ ഈ ത്രെഡ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കും. ഓവന്റെ അടുത്ത് എൻ്റെ മകള് പെട്ടെന്ന് വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമായി. സാരില്ല, എന്തായാലും ആ ലൂണ വളരെ സ്കിൽഡ് ഫൈറ്ററാണ്. അതെ സാർ, നിങ്ങളും അവളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഡാർക്ക് ഗിൽഡിലെ ഹെഡ് ഹണ്ടർ എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ഓ അങ്ങനെയാണോ? പക്ഷെ യുമായി അവക്കെന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് ലൂണേനെ പിടികൂടിയത് തന്നെ നമ്മുടെ യുയാണ്. പിന്നീട് അവളെയും ലെക്സിയനെയും അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്ത്? ലെക്സിയ ഒരു ദിവസം മുഴുവൻ ആ പയ്യന്റെ വീട്ടിലായിരുന്നു എന്നാണോ നീ പറയുന്നത്? അവൻ അവളെ രക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി തകർക്കും. ആ ഹെഡ് ഹണ്ടറിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റൻസ് ആണെങ്കിൽ ഞങ്ങൾ ലെക്സിയനെ കൊല്ലാൻ വേണ്ടി അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാർക്കസ്റ്റ് റീജിയനിൽ താമസിക്കുന്ന ഒരു പയ്യൻ നമ്മുടെ പ്ലാൻ ആകെ നശിപ്പിച്ചു. പിന്നീട് ഹെഡ് ഹണ്ടറും ലെക്സിയന്റെ പേഴ്സണൽ ഗാർഡായി മാറി. ഇതെങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചേ എന്നറിയില്ല. ഇപ്പോൾ ആ ഡാർക്കസ്റ്റ് റീജിയനിലുള്ള പയ്യനെ രാജാവ് കൊട്ടാരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മാസ്ക് ഇട്ട വ്യക്തിയും എന്തായാലും എൻ്റെ അച്ഛനെയും ലെക്സിയനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സീക്രട്ട് വെപ്പൺ തരാം. ഈ മാജിക്കൽ ബാരിയർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാജിക്കും പ്രവർത്തിക്കില്ല. പിന്നെ രാജാവായ എൻ്റെ അച്ഛനെ സംരക്ഷിക്കുന്ന മാജിക്കൽ യൂസേഴ്സിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റും. അവശേഷിക്കുന്ന ഓവനെയും ഹെഡ് ഹണ്ടറിനെയും നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ലെക്സിയനെയും അച്ഛനെയും നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. അങ്ങനെ എനിക്ക് രാജാവാം എന്ന് പറയുന്ന സമയത്ത് അഥവാ നമ്മൾ ഈ മിഷനിൽ പരാജയപ്പെട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുറ്റം ഡാർക്കസ്റ്റ് റീജിയനിൽ നിന്നും വരുന്ന ആ പയ്യന്റെ തലയിൽ കെട്ടിവെക്കാം എന്ന് പറയും. ഹീറോ ഒരു ആടിനെ കൊല്ലുന്ന സമയത്ത് അവന് റിവാർഡായിട്ട് ഒരു ബെഡും പില്ലോയും ലഭിക്കും. അക്കാഡ്സ്കിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അക്കാഡ്സ്കി എഴുന്നേക്ക്, സ്കൂള് 3 ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞ് അവർ 3 പേരും ഓവൻ പറഞ്ഞ ആ ചെറിയ വില്ലേജിലേക്ക് പോവും. ഹീറോ ഈ അനദർ വേൾഡിലെ ടൗണും അവിടെയുള്ള ജനങ്ങളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ കുറച്ചേരം അതിശയിച്ച് നിൽക്കും. ശരി, നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ പൈസ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ ഹീറോന്റെ പേരും അപ്പിയറൻസും ഒക്കെ കണ്ടിട്ട് നീ അപ്പർ ക്ലാസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അല്ല, ഞാനൊരു നോർമൽ സിറ്റിസൺ ആണ്. ശരി, നീ എന്തൊക്കെ ഐറ്റംസ് ആണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഐറ്റം ബോക്സിൽ നിന്നും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കുരുമുളക് എടുത്ത് പുറത്തേക്ക് വെക്കുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള കുരുമുളക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയം തരാം എന്ന് പറഞ്ഞ് ഹീറോക്ക് അവന്റെ പുതിയ ഗിൽഡ് കാർഡ് കൊടുക്കും. ഹീറോയും ക്യാപിറ്റലിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാക്കിയ ശേഷം അവിടുന്ന് തിരിച്ചു പോവും. അങ്ങനെ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അവൻ ക്യാപിറ്റലിലേക്ക് എത്തും. ഓവൻ, ഇത് നിന്റെ പുതിയ പെറ്റാണോ? അതെ, ഇവന്റെ പേര് അക്കാഡ്സ്കി എന്നാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശരി, നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറയുന്ന സമയത്ത് ഹീറോ കുറച്ച് നെർവസ് ആയിരിക്കും. രാജാവിൻ്റെ മുറിയിലെത്തുന്ന സമയത്ത് സർ, ഇതാണ് യൂയ എന്ന് പറഞ്ഞ് റെസ്പെക്റ്റോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറോയും തല കുനിച്ചിരിക്കും. രാജാവ്, നീയാണോ എൻ്റെ മകളെ രക്ഷപ്പെടുത്തിയത്? അതെ സാർ. അപ്പോൾ അവള് നിന്നെയാണോ പ്രപ്പോസ് ചെയ്തേ? അതെ. അപ്പോൾ നീയാണല്ലേ എൻ്റെ മകളെ വശീകരിച്ച ആ തെമ്മാടി എന്ന് പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് ഓവനാണെങ്കിൽ കിങ് അർണോൾഡ്, നിങ്ങളൊരു രാജാവാണെന്നുള്ള ബോധം വേണം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹവും റിലാക്സ് ആവും. ഹീറോ അവൻ്റെ കൂടെ വന്ന നൈറ്റിനെയും അക്കാഡ്സ്കിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാജാവാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകളെ കാണാൻ വന്നിട്ട് നീ ഒരു സമ്മാനം പോലും കൊണ്ടുവന്നില്ലേ? സോറി, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ചിലപ്പോൾ ലെക്സിയക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അവൻ്റെ ഐറ്റം ബോക്സിൽ നിന്നും റിവാർഡായിട്ട് ലഭിച്ച ബെഡ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് രാജാവും ടെൻഷനായിട്ട്
നീ എൻ്റെ മകളെ വശീകരിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് ഹീറോൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓവനാണെങ്കിൽ സർ അവൻ നമ്മളുടെ രാജ്യത്തു നിന്നുള്ള ആളല്ല, അതുകൊണ്ട് നമ്മളുടെ ആചാരങ്ങളൊന്നും അറിയില്ല. എന്താചാരം? അത് നീ ആസ്ലിയ കിണ്ടത്തിലെ ഒരു പെൺകുട്ടിക്ക് ബെഡ് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോൾ ലെക്സിയും അത് കേട്ട് ബ്ലഷ് ആവും. ഹീറോ പണി പാളിയല്ലോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ രാജാവും അവനെ കൊല്ലാൻ വേണ്ടി കത്തി ഉയർത്തുന്ന സമയത്ത് അങ്ങോട്ട് ഒരുപാട് അസാസിൻസ് വരും. നിങ്ങൾ ആരാണ്? അതറിഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല, കാരണം നിങ്ങൾ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞ് മാജിക്കൽ ബാരിയർ ആക്ടിവേറ്റ് ചെയ്യും. ലൂണ അവളുടെ ത്രെഡ് യൂസ് ചെയ്ത് രണ്ടുപേരെ ലോക്ക് ചെയ്യുമ്പോൾ ഹീറോയും നൈറ്റും ചേർന്ന് ബാക്കിയുള്ളവരെ ഡീൽ ചെയ്യും. അങ്ങനെ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ലെക്സിയാണെങ്കിൽ യൂയ നീ എത്ര പെട്ടെന്ന് അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്തേ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുമ്പോൾ ലൂണയും പൊസസീവായിട്ട് അവളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കും. രാജാവ് ഹീറോനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ലെക്സിയാണെങ്കിൽ നിങ്ങൾ എന്തിനാ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേ, അവനില്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പം ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഓവനാണെങ്കിൽ നിങ്ങൾ തർക്കിക്കുന്നത് നിർത്ത്, നമ്മളെ കൊല്ലാൻ വന്ന ഒരു അസാസിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് എന്ന് പറഞ്ഞൊരു സിമ്പൽ കാണിച്ചു കൊടുക്കുമ്പോൾ ലെക്സിയക്കും അവളെ കൊല്ലാൻ വേണ്ടി ഇവരെ പറഞ്ഞയച്ചത് തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് മനസ്സിലാവും. ഓവനും ഹീറോൻ്റെ അടുത്ത് യൂയ ആസ്ലിയ കിണ്ടം ഇപ്പം അപകടത്തിലാണ്, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം എന്ന് പറയും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.